വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വാസി തന്നെയാണ്. എന്നാൽ അന്ധവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായിട്ട് അന്ധവിശ്വാസിയും കൂടിയാണ്. എന്താണെന്നല്ലേ ഗവൺമെന്റിന്റെ പേര് കിടക്കുന്ന കാട് മൊത്തം കയ്യേറിട്ട് അവിടെ മൊത്തം കുരിശിന്റെ കൃഷി നടത്തി വെച്ചേക്ക്. കുരിശ് തൊട്ടാ കളി മാറുവേ. വെറുതെ കിടക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി കുരിശ് കൃഷി നടത്തിയേക്കും. എന്നിട്ട് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ കുരിശാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ എണ്ണങ്ങൾ. കുരിശെ തൊട്ട അത് കൊല്ലാനും മടിക്കേ. ഇത് കാണുന്ന കർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് എവിടുന്ന് ഇറങ്ങി വരുന്നു ഇതുങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഈ മലരിന് വേണ്ടിയൊക്കെയാണല്ലോ പുള്ളി കുരിശെ തൂങ്ങി മരിച്ചെന്ന് ഞാൻ ആലോചിക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ രക്ഷിക്കാൻ ഞങ്ങളുണ്ടാ, പിന്നെ കർത്താവിന് സ്വയം രക്ഷിക്കാൻ അറിയാൻ പാടില്ല. ഞാനും ക്രിസ്ത്യാനിയാണ്. കുരിശ് വെക്കേണ്ട അടുത്ത് വെക്കണം, അല്ലാണ്ട് കാട്ടി കയറ്റി അല്ല വെക്കേണ്ടത്, എടുത്ത് മാറണം. യെസ്, കുരിശ് നിന്റെ കണ്ടെടുത്ത കുരിശ് നട്ട് വെച്ചു എന്തോന്നടാ ഇത്. ആടാ ഞാനും വിശ്വാസിയാടാ, ഇവനെ കൂടി നാറ്റിക്കൂല്ലാടാ നമ്മളെ. നിങ്ങൾ കൊച്ചുവിനെ വല്ലാണ്ട് മിസ് ചെയ്തെന്ന് തോന്നല്ലേ? കൊച്ചുവിനെ കൊണ്ടുവന്നാലോ? എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചോളൂ. ഹെഡ്സെറ്റ് വെച്ച് മാത്രമേ എൻ്റെ വീഡിയോസ് കാണാവുള്ളൂ. കൊച്ചു കമോൺ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാട്ടോ. നമസ്കാരം, ഞാൻ ജോഗുഡൻ, ബാക്ക് ടു മൈ ചാനൽ. മതസൗഹാർദ്ദ ബുക്ക് പാർട്ട് ഇതിപ്പോൾ എത്രാമത്തെ പാർട്ടാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ചില സ്ട്രൈക്കുകളൊക്കെ കിട്ടിയിട്ട് എൻ്റെ ചില വീഡിയോസൊക്കെ റിമൂവ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ആ പാർട്ട് എവിടെ, പാർട്ട് 7 എവിടെ, 6 എവിടെ, അങ്ങനെ ഏതൊക്കെ ഒരു പാർട്ട് മിസ്സായിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് കാരണം പാർട്ട് പറഞ്ഞ് ചെയ്യാനിപ്പോൾ ഒരു മടിയായി. എന്താണെങ്കിലും പണ്ടൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ പർദ്ദയൊന്നും ഇടതില്ല. ഇപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ പറയാം, എന്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു. പുള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഉമ്മുമ്മ പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പർദ്ദ ഇടാതെയാണ് മരിച്ചുപോയത്. എന്റെ ഉമ്മുമ്മയുടെ മിക്കവാറും മക്കളൊന്നും പർദ്ദ ഇട്ടിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി. പർദ്ദ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട്. അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ. ജെൻഡർ ന്യൂട്രൽ ഡ്രസ്, ഞാൻ പർദ്ദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ, എന്റെ അനുഭവം ഞാൻ പറയാം, അതും പറയണമല്ലോ. അപ്പൊ ഞങ്ങൾ കഅബയിൽ പോയ സമയത്തായിരുന്നു. കഅബയിൽ പോയ സമയത്ത് വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാണ് വിശിഷ്ടമായ വസ്ത്രം, ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. കുറെ എണ്ണം നാട്ടിൽ അവിടെ കേരളത്തിൽ കിടപ്പുണ്ട്, അവിടെ ജെൻഡർ ന്യൂട്രൽ എന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കേറുമ്പോ എന്റെ ഈ വൈഫെന്ന് പറയാനും പാടില്ല എന്ന് ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയാന്ന് പറയാ ചെയ്തത്, പങ്കാളി ചെയ്തത്. ഷീസ് മൈ പാർട്ട്ണർ, അവള് രൈന. അപ്പൊ അവൾ എന്നോട് ഇത് നോക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡി നിൽപ്പുണ്ട്. കഅബയുടെ ഒരു 50 മീറ്റർ പുറത്താ. അവിടുത്തെ ലേഡി പോലീസ് സ്റ്റാഫാണ്. നല്ല ജീൻസ് മറ്റേ പാൻസ് ഒക്കെ ഇട്ടിട്ട് പർദ്ദയൊന്നും ഇട്ടിട്ട്. ഞാനിങ്ങനെ ആലോചിക്കും, മുസ്ലിം സ്ത്രീകൾക്ക് പോലീസ് ആകാൻ സാധിക്കുമോ? നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് പറ്റുമോ? അയ്യോ, ഹായ് മച്ചു, നീ അടുത്ത വീഡിയോയിൽ നീ ഉണ്ടാവും കേട്ടാ. അടുത്ത വീഡിയോയിൽ നീ ഉണ്ടാവും കേട്ടാ. അടുത്ത വീഡിയോയിൽ നീ ഉണ്ടാവും. നീ നോക്കിയിരുന്നോ? വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പോഴാ നീ എന്നെ വിളിക്കണം. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിലാടി. ഇങ്ങനെ കുറെ ശല്യങ്ങൾ ഇങ്ങനെ അല്ല. ചില ആൾക്കാരുടെ വിചാരമുണ്ട് ഞാനിങ്ങനെ അഭിനയിക്കുകയാണെന്ന്. ഈ ഫോൺ കോളൊക്കെ പുറത്തുനിന്ന് വരുത്തി ഞാനിങ്ങനെ അഭിനയിക്കുകയാണെന്ന് ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ കാണാം. ഞാൻ വീഡിയോ ചെയ്യട്ടെ. വീഡിയോ ആ വീഡിയോ ചെയ്തിട്ട് വിളിക്കാൻ തന്നെ. റേഞ്ച് ഇല്ല, UK ഫുണ്ടേ. ശരി. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. ഇത് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. എന്തെങ്കിലും എമർജൻസി കോൾസ് വല്ലതും വന്നാലെന്ന് ഓർത്തിട്ടാണ് ഞാനത് ഓഫാക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ പോലീസ് ഡ്രസ്സ് പർദ്ദയിട്ട് ഒരിക്കലും പോലീസ് യൂണിഫോമിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മുസ്ലിം വിശ്വാസത്തിൽ എനിക്കൊരു മറുപടി തരണം. കാരണം നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ഒരു പ്രശ്നം വന്നാൽ അപ്പം 100 കുത്തി വിളിക്കും. ഐ എം എ മുസ്ലിം വുമൺ ആൻഡ് ഐ എം ഓൾസോ ആൻ അക്കൗണ്ടന്റ്. എൻ്റെ മതമോ വീട്ടുകാരോ എന്നെ തടഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പറയുന്നത് കണ്ട് അതാണ് മതം എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളാണ് ആദ്യം പറയേണ്ടത്. അതായത് ഈ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതൊന്നും മുസ്ലിംസ് അല്ല, അത് മുസ്ലിംസ് ആണെന്ന് വിചാരിക്കുന്നത് ഞാനാണ് മണ്ടൻ എന്നാണ്
ഈ വ്യക്തി കമൻറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ഈക്വലായിട്ട് ആൾക്കാരെ നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ മതത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആൾ ഇതിൻ്റെ ഇടയ്ക്ക് ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങളുടെ വീട്ടുകാരോ ആരോ നിങ്ങളൊന്നും തടഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേരൻസിനും ഉപ്പേനെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യം. നിങ്ങളുടെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരു ഫാമിലിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. പക്ഷേ ഇവിടെ ഭൂരിഭാഗം വേറെ അവസ്ഥ അതല്ല. ഈ വ്യക്തി തന്നെ പറഞ്ഞു കേട്ടില്ലേ, പുള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്റെ ഉമ്മുമ്മ പർദ്ദയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ഇങ്ങനെ എല്ലാവരും ആൾക്കാർ ചോദിച്ചുകൊണ്ട് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ, ഇതിലും കഷ്ടമാവും ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ മണ്ടത്തരങ്ങളും കുറേ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വേറൊരുത്തൻ്റെ കമൻറ്റ് കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതിന് മുമ്പ് ബാക്കി നോക്കാം. പാമ്പിൻ്റെ പൊത്ത് നോക്കി കഴിഞ്ഞാൽ പാമ്പിനെ കാണാം, മരത്തിൻ്റെ പൊത്തിലോ തെങ്ങിൻ്റെ പൊത്തിലോ നോക്കി കഴിഞ്ഞാൽ വല്ല കിളിക്കുഞ്ഞുങ്ങളെ തത്തമ്മേനെ കാണാം. പക്ഷേ ഈ പൊത്തിലിരിക്കുന്ന വ്യാളി ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി ഓടാറുന്നു. തുറന്ന ഉടനെ തന്നെ ഒരു ഗുണ്ട് കത്തിച്ചുള്ളിലേക്ക് എറിയും, എന്നിട്ട് അടയ്ക്കണം. കറക്റ്റ്. അവിടെ ഇരുന്ന് പൊട്ടിച്ചാവട്ടെ. കൊച്ചു കമോൺ. അപ്പന്റെ മറ്റേ കലക്കടലോട് പറയാൻ നിന്റെ അപ്പന്റെ മറ്റേ പരിവർത്തനം നീ നിന്റെ വെല്ലുമിച്ചു ചിക്കൻ പീസാന്ന് പറഞ്ഞിട്ട് മയിലെ പോട്ട് അല്ലേ. ഒരു ഗുണ്ട് കത്തിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പം ചാടി പുറത്തേക്ക് ഇറങ്ങും. ശബരിമലയിൽ നട തുറക്കുമ്പോൾ അയ്യപ്പൻ ഇരിക്കുന്നവരാണ്. ഇതൊക്കെ ഏത് ദൈവമാണ്? അത് ദൈവമാണോ അതോ നീ സ്വയം ദൈവമെന്ന് പ്രഖ്യാപിക്കല്ലേ? ഇതൊക്കെ കാണുന്ന അള്ളാഹുവിന്റെ അവസ്ഥ നനച്ച് ഇനി ഉണ്ട് കേട്ടോ. എല്ലാത്തിനെയും ഞാൻ വട്ടത്തിലും നീളത്തിലും പൂക്കും. ഒരു ലോറി മേടിക്കുക, അതിൻ്റെ പുറത്തൊരു ക്രെയിം വെക്കുക, അതിനെ കെട്ടിത്തൂക്കി ഓരോരോ കാട്ടായങ്ങൾ കാണിക്കുക, എന്നിട്ട് ഇത് വിശ്വാസമാണെന്ന് പറയാം. ഇതുപോലത്തെ കഴപ്പുകളെല്ലാം കാണിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കഴപ്പന്മാരുടെ കമൻറ്റ് വേണം. ഇതൊക്കെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ്, ഇത് ഞങ്ങളുടെ മാത്രം അഹങ്കാരമായിട്ടുള്ള വിശ്വാസമാണ്. ഇതിന് എൻ്റെ ഭാഷയിൽ ഞാൻ കഴപ്പെന്നേ പറയുള്ളൂ. ഇതെങ്കിലും പൊട്ടി നിലത്ത് വീണ് കഴിഞ്ഞാൽ അപ്പന്മാർ പറയും ഉഫ് ദൈവം കടാക്ഷിച്ചു അല്ലേ. ഏതെങ്കിലും പൂരത്തിന് ആന ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ അപ്പന്മാർ പറയും ഉഫ് കേശവന്റെ കുറുമ്പ് കണ്ടില്ലേ, ദൈവമാണ് ചവിട്ടിക്കൊന്നൊന്നും പറയത്തില്ല, അപ്പം ആന ചവിട്ടിക്കൊന്നു. കാട്ടിൽ ഏറ്റവും ശാന്തമായ ഒരു ഏരിയയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് ഈ ആന എന്ന് പറയുന്ന സാധനം. ചെറിയ ശബ്ദം പോലും അതിന് ഇഷ്ടമല്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ആന നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ഓടിക്കാൻ എങ്ങനെയാ എണ്ണപ്പാട്ടയമ്മ വട്ടിയിട്ട് തട്ടിയിട്ടാണ്. ആ ആനേനെ അവിടുത്തെ പിടിച്ചു കൊണ്ടുവന്ന് നെറ്റിപ്പട്ടവും വെഞ്ചാമരവും അതിന്റെ മുകളിൽ ഒരു കൊടയും ഒരു 6-7 ആൾക്കാരും നാട്ടപ്പാറ വെയിലത്ത് 10-15 നിർത്തിയിട്ട് എത്ര നേരം വെച്ചിട്ട് ആന കണ്ടു നിൽക്കുക. ആനയ്ക്ക് ദേഷ്യം വന്ന് ആന തുമ്പിക്കൈ വെക്കിട്ട് ചോദിച്ചു. ആ ചോദിക്കുന്ന എല്ലാവരും ഓടി. എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ദൈവം, ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കുസൃതി, അങ്ങനെയാണോ? അതോ ആന മതം പൊട്ടിയെന്ന് പറയുമോ? കഴപ്പ് കുടിച്ച മൈരന്മാരാണോ? അയ്യോ കഴപ്പാണോ മാറത്? സൗകര്യം അനുസരിച്ച് മറ്റുള്ള എന്തും മാറ്റി പറയും. ഞങ്ങളുടെ വിശ്വാസമാണേ. അതൊക്കെ വേറെ വേറെ ആൾക്കാർക്കുള്ള സാധനങ്ങളാണ്, നമ്മളൊന്നും അതിൽ കയറി തലയിടാൻ പാടില്ല പണിയാണ്. അടുത്ത വിശ്വാസം കാണിച്ചു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന കമ്പിളി പുതപ്പിന്റെ കഷ്ണം. തൊടണ്ട മോളെ തൊട്ട അപ്പ അഴുകും. കൊച്ചു കമോൺ. കഴിഞ്ഞിടയ്ക്കല്ലേ നമ്മുടെ മോൻസൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്തത് ഇതുപോലെ തന്നെ. പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കലാൾ കൊച്ചിയിൽ അറസ്റ്റിൽ. മോതിരം എവിടുന്ന് കിട്ടിയതാ? ആ മോതിരം ഏത് ഗ്രാനൈറ്റ് കടയിൽ നിന്നാണ്? അതിന് സ്ക്വയർ ഫീറ്റിന് എന്താ വില? സത്യം കിട്ടും, ദൈവം സത്യം. അത് എവിടുന്ന് കിട്ടി? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസൺ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ ഇരിക്കണം? മറ്റേ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു ഈഞ്ഞാക്കി മാറ്റിയ വീപ്പ ഉണ്ടെന്നും പറഞ്ഞ് ഒരുത്തന് ഇതുവരെ ഇറങ്ങിയത്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ ഭാര്യ നമ്മളെല്ലാവരും ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമാവിന്റെ ഉമ്മയായ ഖദീജ കഷ്ടാണ്. എന്തൊരു കോമഡി ടീംസ് അല്ല ഇത്. വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്ന് ആലോചിക്കണേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണാണ്. ഹണി റോസിന്റെ പിന്നിലെ പാടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ധരിച്ച മക്കനിന്റെ ഒരു കഷ്ണാണ്. വേറെ കളറുണ്ടോന്നൊക്കെ ഇത് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കും. കനായിലെ കല്യാണ നാളിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണാണ്. കറണ്ട് പോയി ഗൈസ്. കറണ്ട് വന്നിട്ട് നമുക്ക് ബാക്ക് റിയാക്ട് ചെയ്യാം.
ദൈവമേ, ഇന്നലെ അച്ഛൻ പ്രസംഗിച്ചോളൂ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴുത്തിലിടല് ദൈവാനുഗ്രഹം ഉണ്ടാവില്ല. ആന്റി ക്രൈസ്റ്റിന്റെ സാധന ഇത്. ഇത് ആന്റി ക്രൈസ്റ്റ് ഒന്നല്ല. അതെ, ഇത് ഊര്. ഇത് ഇട്ടിട്ട് നിനക്ക് ഒരു ഭംഗിയില്ല. നീ ഇത് ഊരിക്കേ. നീ ഊരിയേ. ഞാൻ പോട്ടെ. നീ ഇത് ഊരെ. പൊട്ടിക്കല്. പൊട്ടിച്ചു. ഇതൊന്നും ഇവിടെ ഇടാൻ പാടില്ല. ആന്റി ക്രൈസ്റ്റിന്റെ സാധനം ഓരോ സിമ്പിള് വാങ്ങിച്ചോണ്ട് വന്നേക്കാണ് ചക്കൻ. എന്റെ മാല ഞാൻ കൊണ്ടുപോകും. ഒന്ന് പൊട്ടിച്ചതും എന്തിനാ ബൈബിളും പിടിച്ച് പോണത്? എന്റെ ആന്റി ക്രൈസ്റ്റ് ഇപ്പൊ കൊണ്ട് എറിഞ്ഞു കളഞ്ഞ സാധനം സ്വർണത്തിന്റെ ആയിരുന്നെങ്കിലോ എറിയാൻ പകുതി മടി കാണിച്ചാൽ. ഇവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഈ കുടുംബക്കാർ പറയും എൻ്റെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണെന്ന് പറയും. ഇനി ഇതേ പ്രാർത്ഥന ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉഴപ്പി അലമ്പി നാറാണക്കല്ലെടുത്ത് കഴിഞ്ഞാൽ അപ്പം ഇവർ പറയും നിനക്കൊന്നും ദൈവാനുഗ്രഹം ഇല്ല, ഭക്തിയില്ല, പള്ളിയിൽ പോകത്തില്ല, ബൈബിൾ വായിക്കത്തില്ല എന്ന് പറയും. ഇതുപോലെ സാധനങ്ങളൊക്കെ ഇട്ടതുകൊണ്ടാന്ന് പറയും. ദൈവമേ, ഇന്നലെ അച്ഛൻ പ്രസംഗിച്ചോളൂ. ഈ വക സാധനമൊക്കെ ഇട്ട് പഠിച്ച് നല്ല നിലയിലെത്തിയാലോ? അപ്പോൾ പറയും അതൊക്കെ എൻ്റെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ്, എന്നാലും മകനത് ഊരിക്കളഞ്ഞേക്ക്. എല്ലാം ഇവർ തന്നെ പറയും. അപ്പോൾ ഇവരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവരിങ്ങനെയാണ്. ഈ മതഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തരാണ്ട് അതുമേ തന്നെ ചുമ്മാ അനാവശ്യമായി കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് മതഭ്രാന്ത്. ഈ വീഡിയോ ആണ് നിങ്ങൾ ഇത് തന്നെയാണ്. നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വിശ്വാസം ഒട്ടൊരു കളിയില്ല. അതാണ് മതഭ്രാന്ത്. അതിനൊരു എക്സ്ട്രീം വേർഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വൈകാണ്ട് കാണിക്കാം. Think about it like this. A man with only one wife, okay, that's good. He's faithful. But a man with 3 women, that's 3 times more faithfulness than the beta with only one wife. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുസ്ലിമാണ്. ഒരു സ്ത്രീ തന്നെ അത് പറയുന്നത് ആലോചിച്ചോണേ. അനക്കറിയോ, മൊഴിതൂട്ടിന്റെ ബാപ്പ ആദ്യം കിട്ടി ഞമ്മളെ. അവിടുന്ന് അങ്ങോട്ട് 9 കെട്ട് കെട്ടി. ഒരാളോട് ഞമ്മക്ക് ഒരു വിരോധം ഇല്ലായിരുന്നു. പണ്ടത്തെ വിശ്വാസമാണ്. പണ്ട് ഇതിനു വേണ്ടി പോരാടിക്കൊണ്ട് വെച്ചാൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ചുമ്മാ പറയുന്നതല്ല. ഉടുക്ക എന്തായി 8ാമത്തോളെ മൊഴി ചൊല്ലിട്ട് ഞമ്മടെ 2 കൈയും ചേർത്ത് പിടിച്ചു പറഞ്ഞു. കണ്ടോ, ഇങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീയോട് ഇതുവരെ ചോദിച്ച് സമ്മതിക്കോ? ഇത് ഉമ്മ എന്നെ എത്ര വട്ടം പറഞ്ഞിരിക്കണ. എന്നാ ഇനി ഒന്നുകൂടി മുഴുവൻ കേട്ടോളി. ഇന്ന് ആ സ്ത്രീകൾ പറഞ്ഞോണ്ട് വെച്ചാൽ ഇതൊക്കെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യരുത് എന്നൊക്കെയായിരുന്നു. ഇന്ന് അതേ സ്ത്രീകൾ മാറി. എന്നിട്ട് ഇപ്പൊ വേറെ കാര്യങ്ങളൊക്കെയാണ് അവർ വാശി പിടിക്കുന്നത്. സ്ത്രീ അടിമയാണ്, അടുക്കളപ്പണി ചെയ്യേണ്ടതാണ്, ഒളിച്ചും പാത്തും ഇരിക്കേണ്ടതാണെന്നൊക്കെ പറയുന്ന ടീംസിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിൽ അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്ട്രീമാണ്. അതായത് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ദോഷവും ബുദ്ധിമുട്ടൊക്കെയാണ് ചിലവർക്ക്, സഹിക്കാൻ പറ്റത്തില്ല. ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് സ്ത്രീകളാണ്. പെൺകുഞ്ഞ് ജനിക്കുന്നത് എന്തോ ശാപം പോലെയാണ് മറ്റാൾ കാണുന്നത്. അവരുടെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പുള്ളി. ഇനിയിപ്പോൾ 7 പെൺപുലികൾ നോക്കിക്കോളും പുള്ളിനെ. ഒരു തെണ്ടിയുടെ ആവശ്യം വേണ്ട. അവസാനം നമ്മൾ എവിടെ റിയാക്ട് ചെയ്ത് നിർത്തിയേ? ഹായ്. ഇവിടെ. ഹലോ, പേരെന്താ? ഷഫ്ന. ഷഫ്നിയോ? മുസ്ലിമാ? അമ്പലത്തിലൊക്കെ അമ്പലത്തിൽ ഇറങ്ങാലോ. ഇന്നിപ്പോ എന്താ, മുസ്ലിമിന് ഇറങ്ങിക്കൂടെ? ഇൻഷാല്ലാ. മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ പെൺകുട്ടിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറി വിളിച്ചേക്കുന്നത്. അവൾ ഹറാമിയാണ്, അവൾ മറ്റേ കാഫിറാണ്, മറ്റതാണ് മറിച്ചതാണ്. ഇവിടെ കാഫിറ എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൻ്റെ പേര് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അത് വേറെ കോമഡി, അത് നമുക്ക് പിന്നെ പറയാം. കൊച്ചു പിള്ളേരല്ല, അത് കാരണം ഞാൻ അവരെ അങ്ങോട്ട് എടുത്തിട്ട് അലക്കുന്നില്ല. പക്ഷേ ഇവറ്റകളൊക്കെയാണ് വളർന്നു വന്നു വെച്ചാൽ വിശ്വാസത്തെ പറ്റി ഘോരോഘോരം പ്രസംഗിക്കുന്നത്. ചിലതുങ്ങൾ പറയും പറുത് കയറണം, ചിലതുങ്ങൾ പറയും തട്ട് കയറണം, ചിലതുങ്ങൾ പറയും മുഖം മറിയും. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് മതം പറയുന്നതെന്ന് ഇവറ്റകൾ പറയും. എന്നിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ തെരുവളി, അസ്തഫറുള്ള ഇതുപോലുള്ള കമന്റുകളൊക്കെയാണ്. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? മലയാറ്റൂർ പള്ളിയിലെ മലകയറ്റാണ് ഈ കാണുന്നത്. ഞാനും എല്ലാ വർഷം പോകാറുണ്ട്. പണ്ടൊക്കെ ഭക്തി മൂത്തിട്ടാണ് പോയിക്കൊണ്ട് വെച്ചത്. വിശ്വാസമല്ല, ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുരിശ് കൊണ്ടുവരുന്ന പള്ളിയുടെ ഒരു മത്സരമായിട്ടാണ് ഞാനിത് കണ്ടിട്ടുള്ളൂ. പല ആളുകൾക്ക് ഇത് എന്റർടൈൻമെന്റ് ആണ്. കയറുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പരിക്കുകളും പറ്റാറുണ്ട്. ഒരാൾക്കൊരു മനോവിഭ്രമം ഉണ്ടായാൽ നമ്മൾ പറയും അത് ഭ്രാന്താണെന്ന് പറയും. ഒത്തിരി പേർക്ക് അതേ മനോവിഭ്രമം വന്നാൽ അത് മതമാണ് എന്നുമാണ്. ചെറിയ ചെറിയ കുരിശും കൊണ്ട് കയറിക്കൊണ്ട സംഭവമാണ് ഇപ്പോൾ വലിയ വലിയ കുരിശുകളിലേക്ക് എത്തി. ഞങ്ങൾ പുരോഹിതന്മാരുടെ ഉപജീവന മാർഗമാണ് ഈ ദൈവവും മതവും. കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തതുകൊണ്ട് ആർക്കും കപ്പൊന്നും കിട്ടാൻ പോകില്ല. പക്ഷേ പോയവർക്കൊക്കെ ഭയങ്കര അനുഗ്രഹം കിട്ടിയെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ കുരിശൊക്കെ ചുമന്ന് അതിന്റെ മേളിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോഴേക്കും എന്താ വലിയ അനുഗ്രഹം കിട്ടുന്നതാണ് യുവമാർ വിചാരിക്കുന്നത്. അനുഗ്രഹത്തിന്റെ കൂടുതൽ കൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പം എൻ്റെ ഈ വീഡിയോയിലെന്ന് വെച്ചാൽ തെറി വിളിക്കാൻ വരും യുവമാർ. വിശ്വാസമാണ്, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? ഇതൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നൊരു സാധനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എറിഞ്ഞ് കളിക്കുന്നു. ഈ എറിയുന്ന സാധനം തീയോടുകൂടി കണ്ണിൽ വന്ന് കുത്തിക്കയറുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ
നിങ്ങൾ കാണാത്ത ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് വിശ്വാസങ്ങളുണ്ട് ഈ ലോകത്ത്. എന്തോന്നടേ ഇത്? ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് നിങ്ങളുടെ മതത്തിൽ നിന്ന് മാത്രം കിട്ടിയെന്നൊന്ന് പറയാമോ? നിങ്ങൾ ഈ എൻ്റെ മതം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ വേറെ മതം ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. എടാ, നീയൊക്കെ ഹറാമെന്ന് പറയുന്ന പാട്ട് എത്രയോ രസമാണ് കേട്ടോ. ആലോചിക്കുക, ഓരോ ആളുകളൊക്കെ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം എടുത്ത് യേശുദാസും അല്ലേ മൈക്കിൾ ജാക്സനും അവർ എത്ര പാട്ടുകാരാ. ഇവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പാട്ടൊക്കെ പാടി നല്ല സുന്ദരമായിട്ടൊക്കെ പാടുമ്പോൾ ഇവിടെ കുറേ ആളുകൾ അത് ഹറാമാണെന്ന് പറയും. ഇല്ല, ഈ ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ, നമുക്ക് അറിയാൻ പറ്റണത് മനസ്സിലായി. ഇപ്പം ഞാനൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒന്ന് മുഖത്തും ഞാനിവിടെ വന്നിരുന്ന പറയണ മനസ്സിലായ. ഈ ഇങ്ങനെ കമന്റ് ഇടുന്ന മറ്റേ യുവമാരുടെ ഒക്കെ ഉണ്ടല്ലോ, അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഒരു കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവം ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ കമന്റ് യുവമാർ ഇടുവായിരുന്നു. പട്ടീനെ വളർത്തുന്നത് ഇവർക്ക് ഹറാമാണെന്നാണ് പറയുന്നത്. എനിക്ക് നമുക്കൊന്ന് നോക്കാം. നായി വളർത്തലൊന്നും പടച്ചോൻ വരക്കിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വൃത്തിയാവുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാവും, നിസ്കരിക്കും. മറ്റു മതസ്ഥർക്ക് എന്നിട്ട് ഭയങ്കര ഒരു കാര്യം ഇതാണ്. എന്നോട് ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും, അല്ല നിങ്ങൾക്ക് നായി വളർത്താൻ പാടില്ല, അതെന്താ വെച്ചാൽ നമ്മളെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഇതാക്കി, വിവരമില്ലാത്തവരും അതും പറഞ്ഞ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പടച്ചോനെ മാത്രം പേടിച്ചാൽ മതി, പടപ്പാളെ പേടിക്കേണ്ട ആവശ്യമില്ല. പലരുടെയും വായിലിട്ട് പൊട്ടിക്കാൻ പറ്റിയൊരു വീഡിയോ ആണിത്. പറഞ്ഞില്ല, നമുക്ക് പടച്ചോനെ മാത്രം പേടിച്ചാൽ മതി, പടപ്പാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാളെ പൊട്ടേണ്ടവർക്കൊക്കെ പൊട്ടി കാണും. ഇനി ഇവിടെ ഒരു പട്ടി മാത്രമേ ഉള്ളൂ സാർ, അത് എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ല. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാണ് സാർ. മതി സാർ, ആ പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കും സാർ. പഴയ കാര്യങ്ങൾ ഓർത്താണോ അന്ന് നിന്റെ ജീവൻ രക്ഷിച്ചത്? എന്റെ ദൈവമാണോ നിന്റെ ദൈവമാണോ? എന്നെ ആരെ രക്ഷിച്ചേ? നമ്മൾ അറിയാതെ ചെയ്യുന്ന പലതിലും ജീവന്റെ വിലയുണ്ട്. അല്ലാത്തവരൊക്കെ അവൻ്റെ ഓസി കിടന്ന് കരഞ്ഞാൽ മതി. അടുത്ത വീഡിയോ നോക്കാം. മധുരയില്ലാത്ത പായസം പോലെ കുളിപ്പിച്ചു വിട്ടടാ പുള്ളിയില്. ഞാൻ എന്തോ ചെയ്തിട്ടാന്ന് പറഞ്ഞാ പുള്ളി ഇരിക്കുന്നു. വെഞ്ചിരിപ്പാന്നും പറഞ്ഞ് കണ്ണീട്ടൊക്കെയാണ് കോരി ഒഴിക്കുന്നത്. നേരത്തേക്ക് അനാവശ്യമായിട്ട് കോരി ഒഴിക്കുന്നത്, ഡ്രസ്സൊക്കെ അലങ്കോലാക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി വിശ്വാസമാണ്. എന്തോന്നട ഇതൊക്കെ. എബ്രാഹാമും മോശയും നോഹയും ഒക്കെ പ്രാർത്ഥിച്ച ആ ദൈവത്തെയാണ് ഞങ്ങളും ആരാധിക്കുന്നത്. ഞങ്ങൾക്കൊരു ദൈവം, ഞങ്ങളുടെ ദൈവത്തിനെ ആരും നഷ്ടപ്പെടില്ല. ഇത് രണ്ടും മണ്ടന്മാരാ. അവര് പറഞ്ഞ വാക്ക് കേട്ടോ, ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു ദൈവം, ഞങ്ങളുടെ ദൈവത്തിനെ ആരും നഷ്ടപ്പെടില്ല. അതായത് ഇവര് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, തന്നെ സൃഷ്ടിച്ചത് വേറെ ദൈവമാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അതായത് ഇവര് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് വേറെയും ദൈവങ്ങളുണ്ടെന്ന്. സഹോദരി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അള്ളാഹു യഹോവയും വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്ക് സ്വയം ഈ ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ ആ കമന്റ് റിയാക്ട് ചെയ്ത പുള്ളിക്കാരിയുടെ ആ സെയിം കമന്റ് തന്നെയാണ് ഇവിടെ ഇവരടിച്ചേക്കുന്നത്. എൻ്റെ മതം, എൻ്റെ വിശ്വാസം. നിങ്ങൾക്കിത് പറയുമ്പോൾ സ്വയം ഒരു ഉളുപ്പ് നിങ്ങളോട് തന്നെ തോന്നുന്നില്ലേ? എൻ്റെ മതം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് ആരോടാ പറയുന്നത്? അപ്പോൾ വേറെയും ദൈവങ്ങളുണ്ടെന്ന് നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നവരല്ലേ? ഈ അള്ളാഹു തന്നെയാണല്ലോ യഹോവ. അതെ, യഹോവ തന്നെയാണല്ലോ അള്ളാഹു. അതെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ സഹോദരിക്ക് കൽമ ചൊല്ലിത്തരാം, സഹോദരി അത് ചൊല്ലാം. യാഹുവ അക്ബർ, യാഹുവ അക്ബർ, ലാ ഇലാഹ ഇല്ല യാഹുവ. അതെന്തിനാ പറഞ്ഞത്? ഞാൻ ഓൾറെഡി ഒരു കലിമ പറഞ്ഞു. അപ്പോൾ സഹോദരി വെറുതെ പറയുന്നതാണ്, യഹോവ തന്നെയാണ് അള്ളാഹു എന്ന് വെറുതെ പറയുന്നതാണ്. യഹോവ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കൽമ പറ, യഹോവ അക്ബർ, യഹോവ അക്ബർ, ലാ ഇലാഹ ഇല്ല യഹോവ. നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കാറില്ല? ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുമ്പോൾ സ്വയം ചോദിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യം ചോദിച്ച് കുരു പൊട്ടിക്കുന്നില്ല, വീഡിയോ ഇരുന്ന് കാണും. ഹോളി എയർ ഫ്രം ഹോളി ലാൻഡ്. ആഹാ, ഇതന്നാടാ ഈ കച്ചവടം. ഇൻഗ്രീഡിയൻസ്: ദ കണ്ടൻസ് ഓഫ് ദിസ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് 65% ഓഫ് പ്യൂർ ജെറുസലേം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. 18% ഓഫ് ബെത്ലഹേം മിക്സ്ഡ്, 70% ഓഫ് നസ്രത്ത്. എന്തോന്നടാ ഈ ഊളത്തൊക്കെ പാക്കറ്റ് ആയിട്ട് ഇവന്മാർക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ആളുള്ളതുകൊണ്ടല്ലേ. എത്ര കോടിയായിരിക്കും ഇവന്മാർ ഉണ്ടാക്കുന്നത് ഈ ഒരു ക്യാൻ വിറ്റ്. ഇതെങ്ങനെ പൊട്ടിച്ചിങ്ങനെ മണക്കുവോ?
അപ്പം ഇത് വളർത്താൻ പോലെ. ഇതാണ് ഇവരുടെയൊക്കെ കുഴപ്പം. നമുക്ക് ഇവരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം മുട്ടും. ചെറുപ്പം പോലെ വിശ്വാസം ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇവർക്ക് ഒരിക്കലും അതങ്ങോട്ട് വിട്ട് പറയാനും പറ്റത്തില്ല. അതങ്ങോട്ട് കടിച്ചു തൂങ്ങി പിടിച്ച് നിൽക്കുകയും ചെയ്യും. നിസ്സാരമായിട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളൊരു വിശ്വാസിയാണോ? ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി ഏത് തരത്തിലുള്ള രീതിയിലാണ് ജീവിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തിൽ പെടുവോ? നിങ്ങൾ ആ ഒരു വിശ്വാസിയാണോ? നിങ്ങളുടെ ആ വിശ്വാസം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അല്ല, നിങ്ങൾ ഭൂരിഭാഗം പേര് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചോ നിങ്ങളുടെ മതം പറയുന്ന പോലെ അല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ഈ കൂടത്തിലായിട്ട് എൻ്റെ അടുത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം മുട്ടിക്കാൻ നല്ലതുപോലെ അറിയാം. പക്ഷേ എനിക്ക് ഇവിടെ ഒരു ഫൈറ്റ് നടത്താൻ താല്പര്യമില്ല. എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുക, മതം പറയാതെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കീപ്പ് ചെയ്യുക. പ്രാർത്ഥിക്കുക, നിസ്കരിക്കുകയോ, പള്ളിയിൽ പോവുകയോ, കുമ്പസാരിക്കുകയോ, ശബരിമലയിൽ കയറാതിരിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യും. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. ഇത്രയേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഞാൻ വരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു മതമാണിത്. ഞാൻ ട്രാവൽ പോകുമ്പോഴത്തേക്ക് തട്ടോ അധികം യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ടൈം ഡൽഹി പോവാണേ. അപ്പൊ ആ പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് പൈസയൊക്കെ വേണ്ടേ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു. ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും ചോദിക്കുക എന്നോട്. നിങ്ങൾ ഏതൊരു മേഖലയും നോക്കിക്കോളൂ, എല്ലായിടത്തും പ്രശ്നം വരുവാണെങ്കിലും മതമായി. സ്ത്രീകളെ പറ്റി തന്നെ എനിക്കൊരു ബുക്ക് എഴുതണം. ഞാൻ ഒരു സ്ത്രീപക്ഷവാദിയായിട്ടുള്ള ഒരാളാണ്. അത് വെച്ചിട്ട് ഒരു 50 പേജിൽ ഞാൻ എഴുതിയ ബുക്കാണ് സാമൂഹിക സ്ത്രീ. വിമർശനങ്ങളിൽ മതം കയറി വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവള് തട്ട ഇട്ടുകൊണ്ട് പുറംചട്ട വെച്ചു എന്ന് വന്നിട്ടുണ്ട്. അവിടെ മതമാണ് പ്രശ്നമായിട്ട് വരുന്നത്. എപ്പോഴും മതമാണ് പ്രശ്നമായിട്ട് വരുന്നത്. എന്നെ ഒരാൾ വിളിച്ചിട്ട് നീ എന്ത് തോന്നിയാസം എഴുതി വെച്ചേക്കുന്നേ, നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? അവർക്കുള്ളിലുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പെങ്കുച്ച് ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പുറകിൽ തട്ടയിട്ടൊരു ഫോട്ടോ കൊടുത്തു. ശരിക്കും ഇരുത്തി ആലോചിച്ചാൽ അതാണ് ഉത്തരം. അവിടെ മതമാണ് പ്രശ്നമായിട്ട് വരുന്നത്. വന്ദേ മാതരം ബോൾ ദോ. അരെ ബോൾ ദോ വന്ദേ മാതരം. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വഴിയെ പോകുന്ന ഒരാളുടെ മേത്ത് അനാവശ്യമായി കൈവെക്കുക, അവരോട് വന്ദേ മാതരം പറയാൻ പറയുക. ഇതൊക്കെ നിന്റെ തന്തയുടെ വകയാണോ? അല്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും മേത്ത് കയറി പിടിച്ചിട്ട് വന്ദേ മാതരം ബോൾതോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കുമോ? അവൻ്റെ കർണക്കുറ്റി കടിക്കാണ്ട് വിട്ടത് അവൻ്റെ മര്യാദ. അവനത് ചിരിച്ചേ വിട്ടുള്ളൂ. മറുവശം നോക്കുമ്പോൾ ശരിയാണ്, സ്വന്തം രാജ്യത്ത് ജനിച്ചിട്ട് സ്വന്തം രാജ്യത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഓരോ മതത്തിൽ ഓരോ ഇതുണ്ടാവല്ലോ. ഓരോ മതത്തിന് ഓരോന്ന് പാടില്ല. അപ്പം മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത്. അതെ 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 അതെ. ഈ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് അതുപോലൊരു സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നതുകൊണ്ടാണെന്നുള്ളത് കോമൺ സെൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ കൊള്ളാം. വേറെ രാജ്യത്ത് പോയി മാതിരി അവരാതൊക്കെ പറഞ്ഞാൽ കഴുത്തിന് വേണ്ടി തല കാണത്തില്ല. Few rules for the kids, especially new generation baby boomers. Remember, whatever you do, nation should be first. Secondly, be bold, brave and dynamic. Be disciplined. Be courageous. Have your own legacy. Create your own destiny. Manage time. Lastly, remember, you have to think about the country first. Thank you, Jai. മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത്. അതെ 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 അതെ. ഇത് പറയാനെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്റെ ഹീറോസ് എന്ന് പറയുന്നത് കർഷകരും സൈനികരും ഇത്തരം ആളുകളാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ ഹീറോ. ഓരോ നേരം ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഏതോ ഒരു കർഷകൻ ചിലപ്പോൾ ആ ഭക്ഷണം എനിക്ക് എന്റെ മുന്നിൽ അന്നമാക്കി തന്ന ആ കർഷകൻ ചിലപ്പോൾ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വരെ മര്യാദയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യം എന്നോ മറ്റുള്ള പിടിച്ചിറക്കിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലസ്തീന്റെ പ്രശ്നം വന്നപ്പോഴേക്കും ഒരുപാട് കിടന്ന് ഒച്ച വയ്ക്കുകയും പാകിസ്ഥാന്റെ പ്രശ്നം വന്നപ്പോഴേക്കും മിണ്ടാതിരുന്ന കുറേ എണ്ണത്തിനൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്തൊരു ബഹളമായിരുന്നു. പലസ്തീൻ, ഗാസ, ഇസ്രായേൽ, എവിടെ നോക്കിയാലും സ്റ്റോറി, എവിടെ നോക്കിയാലും റീല്. സ്വന്തം രാജ്യം ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞ് അതിന്റെ പ്രസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മാത്രമാണോ സ്വാഭാവികമായിട്ട് ഈ ഡൗട്ട് തോന്നിയത്? സത്യം. അന്ന് ഈ പലസ്തീനും ഗാസയ്ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇട്ടവരുടെ സ്റ്റോറിയിലെങ്ങും ഇന്ത്യൻ ആർമിക്ക് സപ്പോർട്ടായിട്ട് ഞാനൊരു സ്റ്റോറിയോ ഒരു പോസ്റ്റും കണ്ടില്ല. തികച്ചും സാങ്കല്പികമായിട്ട് എനിക്ക് തോന്നിയതാണെങ്കിൽ വിട്ടുക. ഇനി അഥവാ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കുമോന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പാലസ്തീന്റെ പ്രശ്നം വന്നപ്പോഴേക്കും ഘോരം ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ടീംസ് പാകിസ്ഥാന്റെ പ്രശ്നം വന്നപ്പോൾ മിണ്ടാട്ടം മുട്ടി. ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന നോക്കി ലോകത്തുള്ള മുസ്ലിംസിന് മാത്രം സമാധാനം കൊടുക്കണം. അവരുടെ മറ്റുള്ളവർക്കൊന്നും സമാധാനം വേണ്ടേ? ഇന്ത്യ മുസ്ലിം മതങ്ങൾക്ക് സമാധാനം നൽകണമല്ല. ഞങ്ങളുടെ വഖഫിന്റെ സ്വത്ത് മുസ്ലിം മതങ്ങളെ കയ്യിലെത്തിക്കല്ല. എന്തോന്നടേ ഇത്? ഇതൊക്കെയാണോ നിങ്ങൾ പഠിക്കുന്നത്? അന്യമതസ്ഥർ കൈപിടിക്കുന്ന അവസ്ഥ. അന്യമതസ്ഥർ
ഇവിടെ ആ പ്രയോഗം തന്നെ പുള്ളി ഉപയോഗിക്കുന്നത്. അന്യമതസ്ഥർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുകയാണ് വേറെ മതക്കാരുണ്ടെന്നും വേറെ ദൈവം ഉണ്ടെന്നൊക്കെ. ഇതൊക്കെ കാണുന്ന അള്ളാഹുവിന്റെ അവസ്ഥ എന്ന് ആലോചിക്കുക. ഈ ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം കൊടുക്കണേ, മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കണ്ട, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാരെങ്കിലും. ഇത് വേർതിരിവാണ്, ഇത് വേർതിരിവാണ്, ഇതും വേർതിരിവാണ്, ഇതും വേർതിരിവ്. കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അവർ അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മാത്രം എന്താണ് മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത എന്താ പറയുക ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ആളുകളെ കൊല്ലുന്നതും ആക്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭക്ഷണം മുതൽ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വരെ മതം ഇടപെടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോൾ മതത്തിന് തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ യാതൊരു റോളും ഇല്ല എന്ന് പറയുന്നത് വളരെ പൊള്ളയായിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ടും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്. ഒരു സമൂഹം സമാധാനത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ പരസ്പരം സഹകരിക്കണമെന്നുള്ള ബോധം, വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്ത അറിവ്, വിദ്യാഭ്യാസം, ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടന അല്ലെങ്കിൽ അതിൻ്റെ ലോ ആൻഡ് ഓർഡറിനോടുള്ള റെസ്പെക്റ്റ്, ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഭൂരിഭാഗം വിശ്വാസികളും അവിശ്വാസികളും തീവ്രവാദികളാവാതിരിക്കുന്നത്. അതിന് മതത്തിന് അതിൽ യാതൊരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല. ഇപ്പം മതത്തിന് തീവ്രവാദത്തിലൊരു റോളില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവിടെ റോളുള്ളത്? അവിശ്വാസികൾക്കാണോ അതോ അന്യഗ്രഹ ജീവികൾക്കോ? ഇതിന്റെ എക്സ്ട്രീം വേർതിരിവാണ് ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നടന്ന സംഭവം. यहाँ पे उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी. नहीं, आप टेंशन मत लो. अब बेटा आप यहाँ पे रहो, हम साथ में. मैडम ये जो भहीद साहब है प्रेसिडेंट, आप टेंशन मत लो. मेरे पति का बच्चा लो. हम बचा देगा, कोई बात नहीं. भाई दब सिमन युवा डिजाइन क्या है? ठीक है हम बचा देंगे ना, आप टेंशन मत लो. मैं आ रहा हूँ. मैं कहाँ पे आपका ये हस्बैंड? क्या हुआ इसको, क्या हुआ? Please ask for help. We don't need Okay, don't worry. You okay? You need a water, sir? Sir, we'll manage. Just ask for help. Okay, you first you give the hands water, drop of water. Take a drop of water, sir, please. എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് എന്താണ്, നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെഷീൻ ഗൺസ്, കലാഷിൻകോഫ്, ഇതേപോലെ എന്താണ്, അല്ലെങ്കിൽ വെറും പിസ്തോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഇപ്പൊ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ? അല്ലെങ്കിൽ എന്നാ മിനിമം ഒരു റെയിൽ പാളയെങ്കിൽ തെറ്റിക്കാൻ നോക്ക്. ഒരു ട്രെയിൻ എന്താണ് മറിഞ്ഞിട്ട് എന്താണ് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്താണ് നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവും. ഇല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. ഇതിന്റെ കാഠിന്യം നോക്കുവാണെങ്കിൽ ഇവിടെ ലോയും ഇവിടെ എക്സ്ട്രീമാണ്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് എത്താൻ വലിയ ദൂരമൊന്നുമില്ല. ഇത് അന്തോണീസ് പുണ്യാളുടെ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന അഴുകാത്ത നാവ്. ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക, അത്ഭുതം നടന്നിരിക്കും. ഈ നാക്കൊക്കെ ആരടാ ചെത്തി എടുത്തത്? ഇതൊക്കെ എങ്ങനെ ചെത്തി എടുക്കാൻ തോന്നിയാണ്? എനിക്ക് അറിയാൻ പാടത്തുണ്ട് ചോദിക്കുക. ഏതോ ആട്ടുംകാട്ടും ഉണക്കി എടുത്തിട്ട് അതിനകത്ത് ആക്കി വെച്ചിട്ട് ഷെയർ ചെയ്യുക, അത്ഭുതം കിട്ടും. ഈ ലോകത്ത് മൊത്തം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 2025 2000 വർഷം മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലേ? എല്ലാ മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും അനുഗ്രഹമൊന്നും ഉണ്ടായില്ലേ? ഈ സാധനത്തിന്റെ ഒക്കെ പവർ എന്താ ഇതുവരെയായിട്ടും വരാത്ത? അത് ഓരോ പർട്ടിക്കുലർ ആൾക്കാരെ മാത്രമേ ഈ പുണ്യാളനും ദൈവമൊക്കെ അനുഗ്രഹിക്കുള്ളൂ. എനിക്ക് അറിയാൻ പാടത്തുണ്ട് വയ്ക്കുക. നാണമില്ല ഈ മതം പറഞ്ഞുകൊണ്ടിരിക്കുക. മതവിശ്വാസിയായ ഒരാള് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയായ ഒരാൾ ചിന്തിക്കുക ഈശ്വരൻ അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഈശ്വരൻ അറിഞ്ഞു നടക്കുന്നു എന്നാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്തു പറയണമെന്ന് പോലും തീരുമാനിക്കുന്ന ദൈവമാണെന്നാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ്? സർവശക്തനായ ദൈവം തന്നെയാണ്.
ആ ദൈവത്തെ അവരെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് പേരുടെ സ്റ്റോറിയൊക്കെ കണ്ടതാണ്. ഇസ്ലാം അല്ല പ്രശ്നം, ഇസ്ലാം തീവ്രവാദമാണ്. ഹിന്ദുയിസം അല്ല, ഹിന്ദു തീവ്രവാദമാണ്. ഈ ഹിന്ദുയിസവും ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും ഇല്ലാതെ ഇതിന്റെ തീവ്രവാദം ഉണ്ടാവില്ലല്ലോ. അതായത് മതമില്ലാതെ ഒരിക്കലും മത തീവ്രവാദം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്തിനാ കുറച്ച് പേരുണ്ട് പള്ളിയല്ല പണിയണം പള്ളിക്കൂടം ആകണം എന്നൊക്കെയുള്ള അർത്ഥവത്തായ വരികൾക്ക് രൂപം നൽകിയിട്ട് ഇപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ബാക്കപ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. അവിടെ നമ്മൾ റിലീജിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസ് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. മെയിൻ ചാനലിൽ എനിക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ സ്ട്രൈക്കൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്. കറക്റ്റായിട്ട് ഞാൻ വീഡിയോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. So, bye for now.